ബ്രോ ഞാൻ +2 ഇച്ചിരി ഉഴപ്പി. അതുകൊണ്ട് ബിടെക് ഒരു പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജിലാണ് എത്തിയിരിക്കുന്നത്. സോ ലൈഫിൽ എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റോ ഈ പറഞ്ഞ ബന്ധുക്കളിൽ നിന്നുള്ള അപ്രീതികൾ കുറയ്ക്കാനായിട്ട് എന്തെങ്കിലും മാർഗമുണ്ടോ? അങ്ങനെയുള്ളവർ മാത്രമേ ഈ വീഡിയോ കണ്ടാൽ മതി, ബാക്കിയുള്ളവർക്ക് സ്കിപ്പ് ചെയ്ത് പോവാം. സോ ഒരു പ്രശ്നമില്ല. നമുക്ക് ലൈഫിൽ കുറച്ച് +2 ഒക്കെ നമ്മൾ കുറച്ച് എൻജോയ് ചെയ്തു. സോ അതുകൊണ്ട് നമ്മൾ പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ എത്തി എന്ന് പറഞ്ഞൊരു മോശമായിട്ടുള്ളൊരു കാര്യമേ അല്ല. നല്ല കാര്യം. അറ്റ്ലീസ്റ്റ് യു ഹാവ് എൻജോയ്ഡ് യുവർ ലൈഫ്, റൈറ്റ്? ബാക്കിയുള്ളവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും അവർ ഓടിക്കൊണ്ടേയിരിക്കും. മോശക്കാരെന്നല്ല പറയുന്നത്, ഇറ്റ്സ് ദെയർ ഹാപ്പിനെസ്. സോ ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് ആവറേജ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പഠിച്ചിറങ്ങുന്ന എഞ്ചിനീയറിംഗ് കോളേജിലെ കുട്ടികൾക്ക് ജോബ് കിട്ടണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. വിൽ നോട്ട് ബി ഗെറ്റിംഗ് ജോബ്സ് അൺലെസ് ഇറ്റ് ഈസ് എൻ IIT ഓർ NIT. സ്റ്റോപ്സ്. അതും ടയർ 2 NIT ഓർ IIT ഡസൻറ്റ് മാറ്റർ. ഇതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് AI അറിയുന്നത് അല്ലെങ്കിൽ ഒരു സ്കിൽ അറിയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ ആഡ് ഓൺ ആയിരുന്നു. സോ യു നോ പൈത്തൺ ഓർ യു നോ ഫ്രണ്ട് എൻഡ് ഡെവലപ്മെന്റ്, ഫുൾ സ്റ്റാക്ക്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സസ്. അത് എക്സ്ട്രാ റെസ്യൂമിൽ വയ്ക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ജോബ് കിട്ടാനുള്ള സാധ്യത കുറച്ചുകൂടി കൂടുതലായിരുന്നു. പക്ഷെ ഇന്നത്തെ സാഹചര്യം അതല്ല. നിങ്ങൾക്ക് അറിയില്ലേ, യു ആർ ഔട്ട് ഫ്രം ദ ഇൻഡസ്ട്രി. നിങ്ങൾക്ക് ജോലി കിട്ടാനേ പോകുന്നില്ല. ഞാൻ വേറൊന്നും കൊണ്ട് വിചാരിക്കേണ്ട, അത് കിട്ടാനേ പോകുന്നില്ല. സോ ഇന്ന് ഉപയോഗിച്ച് റൈറ്റിംഗ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഒരു ജോബിലൊരു പ്രസൻറ്റേഷനോ ഇമെയിലിങ്ങിനോ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ്. അത് നിങ്ങളിപ്പോൾ അറിയില്ല എങ്കിൽ യു ആർ ഔട്ട്. പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, റെസ്യൂമ്, ഡിഗ്രി ഡസൻറ്റ് മാറ്റേഴ്സ്. നിങ്ങൾക്കൊരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കണം, നിങ്ങൾക്കൊരു ലിങ്ക്ഡിൻ പേജസ് ഉണ്ടാക്കണം. എൻ്റെ കഴിവ് ഇതാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു എംപ്ലോയിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ യു ആർ ഔട്ട് ഫ്രം ദ കോളേജ്, യു ആർ ഔട്ട് ഫ്രം ദ ഇൻസ്റ്റിറ്റ്യൂഷണൽ തിങ്സ്. സോ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ, ലേൺ സ്കില്ലിംഗ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിപ്പോൾ നിങ്ങൾക്ക് ജോലി കിട്ടിയാലും ജോലി കിട്ടാൻ പോകുന്നതെങ്കിൽ ഉണ്ടെങ്കിൽ പോലും ഈ സ്കില്ല് അപ്ഡേറ്റ് ചെയ്തിരിക്കണം. എന്ന് പറയുന്ന സംഭവത്തിനെ മുറുകെ പിടിച്ചോ. റിലേറ്റഡ് ഡേറ്റ അനലിസ്റ്റ്, റിലേറ്റഡ് കണ്ടന്റ് റൈറ്റിംഗ്, റിലേറ്റഡ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ്, റിലേറ്റഡ് കോഡ് ഡെവലപ്മെന്റ്, എല്ലാം പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു മേഖലയിൽ എത്തിപ്പെടാൻ പറ്റും. സോ പോർട്ട്ഫോളിയോ ഡെവലപ്മെന്റ്, ലിങ്ക്ഡിനിൽ നല്ലൊരു പേജ്, സ്കില്ലിംഗ്, ഈ 3 കാര്യങ്ങൾ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് പ്രൈവറ്റ് കോളേജിൽ പഠിച്ചാൽ പോലും നിങ്ങൾക്ക് 10,50,000 60,000 രൂപ സ്റ്റാർട്ടിംഗ് ജോബ് കിട്ടാം. ഇതുപോലുള്ള ബിടെക് കണ്ടന്റിന് വേണ്ടിയിട്ട് സ്റ്റേ ഫോളോഡ് യുവർ ബിടെക് ബ്രോ. ബൈ, ടേക്ക് കെയർ.